ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് 26 തിങ്കളാഴ്ച നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷങ്ങൾക്കും ശോഭയാത്രകൾക്കുമുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വ്യാഴാഴ്ച ജില്ലയിലെ 3000-ഓളം സ്ഥലങ്ങളിൽ പതാക ഉയർത്തി. ശോഭയാത്രയിൽ ഉണ്ണിക്കണ്ണന്മാർ, പൗരാണിക വേഷങ്ങളടങ്ങിയ നിശ്ചല ദൃശ്യങ്ങൾ, ഗോപികാ നൃത്തം എന്നിവയും ഉണ്ടാകും. തിങ്കളാഴ്ചയാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി ആഘോഷം. അതോടനുബന്ധിച്ച് കുട്ടികളുടെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതിനകം അതിനു വേണ്ടുന്നുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞു. ഏകദേശം 3000 സ്ഥലങ്ങളിൽ കഴിഞ്ഞ 22-ാം തീയതി വ്യാഴാഴ്ച പതാക ദിനം ആയിട്ട് എല്ലാ തരത്തിലും പതാക ഉയർത്തി. അതുപോലെ തന്നെ ഈ വർഷം റവന്യൂ ജില്ലയിൽ ഗ്രാമാന്തരങ്ങളിലടക്കമുള്ള ശോഭായാത്രകൾ ഏകദേശം 500-ഓളം ശോഭയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള വിവിധ പരിപാടികൾ, സാംസ്കാരിക സമ്മേളനം, അതുപോലെ കുട്ടികൾക്കുള്ള കലാ പരിപാടികൾ, അതുപോലെ ഗോപൂജ തുടങ്ങിയിട്ടുള്ള വിവിധ പരിപാടികൾ ഇതോടനുബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ നല്ല രീതിയിൽ വളരെ ആഹ്ലാദത്തിൽ നടത്താനാണ് ഞങ്ങളിത് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം മറ്റൊരു പ്രശ്നം, നമ്മുടെ വയനാട്ടിലെ സംഭവത്തോടനുബന്ധിച്ച് എല്ലാ സ്ഥലങ്ങളിലും ബാലഗോകുലം നിർദ്ദേശം നൽകിയത് ആർഭാടം കുറക്കണമെന്നുള്ളതാണ്. ആർഭാടം കുറച്ചുകൊണ്ടുള്ള നാമജപത്തോടുകൂടിയുള്ള ശോഭായാത്രയാണ് നടത്തുക. അതുപോലെ തന്നെ എല്ലാ ബാലഗോകുലങ്ങളിലും കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള ഞായറാഴ്ച ഒരു സ്നേഹനിധി എന്ന് പറഞ്ഞിട്ട് കുട്ടികളും അവിടെയുള്ള രക്ഷിതാക്കളെല്ലാം കൂടി സ്വരൂപിച്ചിട്ടുള്ള ഏകദേശം 2 ലക്ഷം രൂപ ഈ കാര്യത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള കലാവൈജ്ഞാനിക മത്സരങ്ങളും സാംസ്കാരിക സമ്മേളനങ്ങളും, ഗോപൂജ, ഭജനസന്ധ്യ, ഉറിയടി, കൃഷ്ണഗാഥ സദസ്സ് എന്നിവ ഒരാഴ്ചക്കാലം നടക്കും. തുടർന്ന് നടക്കുന്ന ശോഭായാത്രയിൽ ഉണ്ണിക്കണ്ണന്മാർ, പൗരാണിക വേഷങ്ങളിലടങ്ങിയ നിശ്ചല ദൃശ്യങ്ങൾ, ഗോപികാ നൃത്തം എന്നിവയും നടക്കും. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശമുയർത്തിയാണ് ബാലഗോകുലം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം ആർഭാടമില്ലാതെ ഭക്തിസാന്ദ്രമായ ശോഭായാത്രകൾ നടത്താനാണ് ബാലഗോകുലം നിശ്ചയിച്ചിട്ടുള്ളത്. വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചതിനു ശേഷമായിരിക്കും ഓരോ ശോഭായാത്രയും ആരംഭിക്കുക. കൂടാതെ എല്ലാ ശോഭായാത്രകളുടെ ഭാഗമായും വയനാടിനു വേണ്ടി സ്നേഹനിധി ശേഖരണവും നടക്കും. ഗ്രാമനഗര പ്രദേശങ്ങളിലായി 500-ഓളം ശോഭായാത്രകളാണ് ജില്ലയിൽ ബാലഗോകുലം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മഹാശോഭായാത്ര സംഗമങ്ങളും നടക്കും. കണ്ണൂർ നഗരത്തിൽ നടക്കുന്ന മഹാശോഭായാത്രയിൽ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി അമൃതകൃപാനന്ദപുരി കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നടന്ന 16ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ വിവിധ ഇനങ്ങളിൽ സ്വർണം നേടിയ പഞ്ചന അജയ്, ദേവിക ദീപക്, കാർത്തിക എം എന്നിവർ ഗോകുല പതാക കൈമാറും.